ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചൂസ് ലിറ്റിൽ വേൾഡ്. അപ്പം നമ്മളിന്ന് പോകുന്ന കരിങ്കപ്പാറയ്ക്കാണ്. കരിങ്കപ്പാറ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, യൂണിഫോമിന് അളവെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, അപ്പോൾ യൂണിഫോമൊക്കെ വേണം. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സ്റ്റോപ്പ് വരെ അച്ഛൻ ആക്കി തരികയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റോപ്പിലെത്തിയിട്ട് ബസ്സിന് പോവും. നമ്മളിപ്പോൾ സ്റ്റോപ്പിലെത്താനാകുമ്പോഴേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബസ്സൊക്കെ വന്നു, നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമുക്ക് 2 ബസ്സിലായിട്ടാണ് യാത്ര വരുന്നത്. അപ്പം നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ട് കരിങ്കപ്പാറ ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ 2 ബസ് കയറി ഇറങ്ങി കരിങ്കപ്പാറ എത്തിയിട്ടുണ്ട്. ഇതാണ് കരിങ്കപ്പാറ സ്കൂൾ വരുന്നത്. ഇതൊരു ഗവൺമെൻറ് സ്കൂൾ കൂടിയാണ്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഉണ്ട്. അപ്പം മോനെ ചേർത്തിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്കൂൾ എൻട്രൻസ് കടന്ന് അകത്തേക്ക് കയറി. രാവിലെ തന്നെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു 10:30 ആയപ്പോഴേക്ക് എത്തിയിരുന്നു. ഈ ഒരു പർപ്പിൾ ചുരിദാർ ഇട്ടതാണ് റിച്ചുവിൻ്റെ മിസ്സ്. ലുബന എന്നാണ് മിസ്സിൻ്റെ പേര്. നമ്മൾ അവിടെ എത്തിയപ്പോൾ 2-3 കുട്ടികൾ അവരുടെ പേരൻസ് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് യൂണിഫോമിന് അളവെടുക്കുന്നത്. യൂണിഫോം അളവെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവർ 2 പേരാണ് അളവെടുക്കാൻ വേണ്ടി വന്നിരുന്നത്. അവരെത്തിയപ്പോഴേക്കും കുറച്ച് പേരൻസും കൂടി എത്തിയിരുന്നു. എല്ലാ പേരൻസും ഓരോ ഭാഗത്തായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മക്കളുടെയും അളവെടുക്കാൻ തുടങ്ങി. ഒരാൾ അളവെടുക്കുകയും മറ്റേയാൾ അത് എഴുതുകയും ചെയ്തിരുന്നു. 2 KG സെക്ഷനിലെ കുട്ടികൾക്കും യൂണിഫോമിന് അളവെടുക്കുന്നുണ്ടായിരുന്നു. പുതുതായിട്ട് UKGയിലേക്ക് പോകുന്ന കുട്ടികൾക്കും അളവെടുക്കുന്നുണ്ടായിരുന്നു. റിച്ചുവിന് 2 വർഷം അംഗൻവാടിയിൽ ഇരുത്തിയിട്ട് UKGയിലേക്കാണ് ചേർത്തിരുന്നത്. ഇത് നമ്മുടെ KG സെക്ഷനിലെ മറ്റൊരു ടീച്ചറാണ്. പുഷ്പ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പോൾ ടീച്ചർ അളവെടുക്കുന്നതിനനുസരിച്ച് കുട്ടികളുടെ പേര് നോക്കിയിട്ട് ടിക്ക് ഇടുന്നുണ്ടായിരുന്നു. രണ്ട് 3 കുട്ടികളുടെ കഴിഞ്ഞതിന് ശേഷം റിച്ചു ആയിരുന്നു അടുത്തത്. അപ്പോൾ റിച്ചുവിൻ്റെ അളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പല ഭാഗത്തായിട്ട് ന്യൂ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് എൻട്രൻസിൽ തന്നെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. മഴ പെയ്ത കാരണം പല ഭാഗത്തായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റിച്ചുവിന് യൂണിഫോമിൻ്റെ അളവൊക്കെ എടുത്ത് വന്നു. യൂണിഫോം സ്കൂളൊക്കെ തുറക്കാനാകുമ്പോഴേക്ക് കിട്ടുമെന്നാണ് മിസ്സ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. ബൈ പറഞ്ഞു. ബൈ ബൈ.